പടച്ചവനെ നമുക്ക് പടച്ചറപ്പിന്റെ അദാബുകൾ ഇങ്ങനെ കടന്നു വരികയാണ്. എല്ലാവരും ദുരിതങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങള് ഈ ദുരന്തങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതാ തന്റെ ജീവിതകാലം മുഴുവനും കഷ്ടപ്പെട്ട് സമ്പാദിച്ചത് മുഴുവനും വെള്ളത്തിൽ ഇങ്ങനെ ഒലിച്ചു പോകുമ്പോ എല്ലാ തകർന്ന് തരിപ്പണമാകുമ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ പടച്ചവനെ ക്യാമ്പുകളുടെ മുന്നിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ജനങ്ങൾ വല്ലാത്ത പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിങ്ങൾ ചോദിക്കാറുണ്ടല്ലോ അല്ലാഹു സംരക്ഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാ അല്ല എന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്? എന്തിനാണ് അല്ലാഹു ഈ പ്രയാസങ്ങൾ തരുന്നത്? എന്തിനാണ് പടച്ചവനെ ദുഃഖങ്ങൾ തരുന്നത്? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, എന്തിനാണ് അല്ലാഹു നിന്നെ കണ്ണുനീര് കുടിപ്പിക്കുന്നത്? നിനക്ക് സമാധാനം തരാത്തത്, നിന്റെ കച്ചവടം നേരെയാകാത്തത്, സ്വന്തമായിട്ടൊരു വീട് കിട്ടാത്തത്, ഇതിന്റെയൊക്കെ കാരണം എന്തെന്നറിയുമോ? അല്ലാഹു ഈ ദുരന്തങ്ങളൊക്കെ തരുന്നത് എന്തിനെന്നറിയുമോ? നിന്റെ ഈമാൻ ഉറച്ച ഈമാനാണോ എന്ന് അളക്കുന്നതിന് വേണ്ടിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. എന്തിനാണ് അല്ലാഹു ഈ പരീക്ഷണങ്ങൾ തരുന്നതെന്നറിയുമോ? നീ യഥാർത്ഥ വിശ്വാസിയാണോ? നീ ഈമാനുള്ളവനാണോ? നീ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നവനാണോ? നിന്റെ ഈമാൻ അളക്കുന്നതിന് വേണ്ടിയാണ് അല്ലാഹു ഈ പരീക്ഷണങ്ങൾ തരുന്നതെന്ന് മുത്തുനബി എവിടെന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എങ്ങനെയാണ് അല്ലാഹു പരീക്ഷിക്കുന്നത്? എങ്ങനെയാണ് അല്ലാഹു ഒരു മനുഷ്യന്റെ ഈമാൻ അളക്കുന്നത്? അത് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുകയാ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, എന്റെ പ്രിയമുള്ളവരെ, നിസ്കരിക്കുന്നവനും അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവരും നല്ല കാര്യം ചെയ്യുന്നവരും ഒരു വിപത്ത് വരുമ്പോ എല്ലാവരെയും ബാധിക്കുന്നു. പെരുന്നാളിന്റെ അന്ന് വരെ എന്റെ പ്രിയമുള്ളവരെ വെള്ളപ്പൊക്കത്തിൽ നിസ്കരിക്കാൻ പോലും കഴിയാതെ, ഇടാൻ വസ്ത്രമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ മരണവീട് പോലെ ആയ എത്രയോ വീടുകളുണ്ട്. ഈ പരീക്ഷണങ്ങളൊക്കെ അല്ലാഹു തരുന്നത് എന്തുകൊണ്ടെന്നറിയോ? നിന്റെ ഈമാൻ ഉറച്ച ഈമാനാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ പറഞ്ഞു. നബി മുഹമ്മദ് മുസ്തഫ നമ്മളൊക്കെ പറയാറുണ്ട്, നമ്മളൊക്കെ മുസ്ലിമീങ്ങളാ, ഈമാൻ കാര്യം അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണം. ഞാൻ അല്ലാഹയെ കൊണ്ട് വിശ്വസിച്ചിട്ടുണ്ട്, ഞാൻ മുസ്ലിമാണ്, സിറാജുദ്ദീൻ, ഞാൻ ദീൻ, അല്ലാഹുവിന്റെ ദീനിന്റെ വിളക്ക് എന്റെ പേര്. എല്ലാരും മുസ്ലിമീങ്ങളാ. അപ്പൊ അല്ല ഇതൊക്കെ തരുന്നത് നീ മുസ്ലിമാണോ, യഥാർത്ഥ മുസ്ലിമാണോ, അതോ കപട വിശ്വാസിയാണോ? എടാ, നാവ് കൊണ്ട് അല്ലാഹനെ വിശ്വസിക്കുന്നവനാണോ, ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവനാണോ എന്ന് അളക്കാനാണെന്ന് നബിയനാ റസൂലുള്ളാഹി. തഴമ്പിലും താടിയിലൊന്നും ഒരു കാര്യമില്ലട്ടാ. ഞാൻ പറഞ്ഞത് തഴമ്പിലും താടിയിലൊന്നുമല്ല കാര്യം. ഒരു മനുഷ്യൻ യഥാർത്ഥ വിശ്വാസിയാണോ എന്ന് അല്ലാഹു ടെസ്റ്റ് ചെയ്യാനാ ഇതൊക്കെ റബ്ബ് നമുക്ക് തരുന്നത്. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു പഠിക്കാൻ ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. അല്ലാതെ അല്ലാഹ്ക്ക് നിന്നെ വെറുപ്പുള്ളത് കൊണ്ടൊന്നുമല്ലട്ടാ. അല്ലാഹ്ക്ക് നിന്നെ വെറുപ്പോ ദേഷ്യമോ ഒന്നും ഉള്ളത് കൊണ്ടല്ല. അല്ലാഹ്ക്ക് നിന്നോട് സ്നേഹമുള്ളത് കൊണ്ടാ, നിനക്ക് സ്വർഗം തരുന്നതിന് വേണ്ടിയാ. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ചു നോക്കിയ മനോഹരമായ നാട്. പണ്ടൊക്കെ ഉരുൾപൊട്ടൽ കേരളത്തിൽ എവിടെങ്കിലും പൊട്ടിയിട്ടുണ്ടോ? വെള്ളപ്പൊക്കം എന്നവരാണ് പതിറ്റാണ്ടുകൾക്ക് ശേഷം ഒരു വെള്ളപ്പൊക്കം നമ്മുടെ രാജ്യം, നമ്മുടെ നാട് കണ്ടത്. എന്റെ പ്രിയമുള്ളവരെ, കാറ്റിനൊക്കെ ഓരോ പേരാപ്പ. ഓക്കി എന്തൊക്കെ പേരാ ഇല്ലേ? ഓരോ പേരുകൾ. കാറ്റിനൊക്കെ ഓരോ പേരുകൾ. കടലൊക്കെ പണ്ടൊന്ന് കടല് കരയിലേക്ക് കയറി വന്നാൽ ഭയം, ഇന്നിറങ്ങിയാലും ഭയം. ഇതൊക്കെ കാലം ഇങ്ങനെ മാറി. ഒരിക്കലും വെള്ളം കയറില്ല എന്ന് കരുതിയ സ്ഥലങ്ങളൊക്കെ ആ വെള്ളത്തിനടിയിൽ. പന്തളത്തൊക്കെ ജീവിതത്തിൽ വെള്ളം വരുമെന്ന് കരുതിയതാണോ? കയറിയില്ലേ? ചെങ്ങന്നൂരും തിരുവല്ലയും എല്ലാം വെള്ളത്തിൽ. എവിടെ
എന്റെ പ്രിയപ്പെട്ടവരെ, ഈ റമദാനിൽ ഈ പെരുന്നാൾ കഴിയുമ്പോൾ പടച്ചവനെ വയനാടും നിലമ്പൂരും എല്ലാം പോയില്ലേ? അള്ളാഹു എല്ലാവർക്കും അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു ഷഹീദിന്റെ കൂലി കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പൊ ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ ഇങ്ങനെ നേരിടുമ്പോ അള്ള ചോദിച്ച എന്തെന്നറിയോ? അം ഹസിബുത്തും മൻ തദ്ഖുലുൽ ജന്ന. അള്ള ചോദിക്കാ, സ്വർഗ ഓസിന് കിട്ടുമെന്ന് നീ കരുതിയോ? അതന്നെ അല്ല നമ്മളോട് ചോദിക്കാ, എടാ സ്വർഗം വെറുതെ അങ്ങ് കേറിപ്പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണെന്ന് നീ കരുതിയോ? ഇല്ലടാ അനിയ, സ്വർഗ ഓസിന് കിട്ടൂലടാ. അല്ല പറയുകയാ, ഫലമ്മാ യഅതികും മസലുല്ലദീന ഖലൗ മിൻ ഖബലികും. നിന്റെ മുൻഗാമികൾ അനുഭവിച്ചതുപോലെ നീയും അനുഭവിക്കാതെ അല്ലാഹുവിന്റെ സ്വർഗം നിനക്ക് ലഭിക്കില്ലെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്നത്തെ ഈ കാലഘട്ടവുമായി നമ്മളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇന്നത്തെ വിഷയം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടവുമായി ഇന്നത്തെ ഈ വിഷയത്തെ നിങ്ങളൊന്ന് ചേർത്ത് വായിച്ചു നോക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് മക്കക്കാർക്ക് പറയാനൊന്നേ ഉള്ളൂ. 40ാമത്തെ വയസ്സാകുന്നത് വരെ മുത്തുനബിയെ കുറിച്ച് അല്ലമീൻ, അല്ലാഹുവേ, ആരും എത്ര വലിയ മനുഷ്യനും പ്രവാചകനെ കണ്ടാല് ബഹുമാനിക്കുകയാണ്. മുഹമ്മദിനെ കുറിച്ച് നല്ലതല്ലാതെ മക്കക്കാരൊന്നും പറയാറില്ല. ഏത് കാര്യത്തിനും മുഹമ്മദിന്റെ അഭിപ്രായം ചോദിക്കുമായിരുന്നു. എല്ലാവരും ബഹുമാനിച്ചിരുന്ന, ആദരിച്ചിരുന്ന, സത്യസന്ധനെന്ന് വിളിച്ചിരുന്ന മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ആ അല്ലാഹുവിന്റെ പ്രവാചകന് 40ാമത്തെ വയസ്സിലെ പടച്ചവനെ ഗാറസബുർ എന്ന് പറയുന്ന ഗുഹയ്ക്കകത്തിരിക്കുമ്പോ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വന്നു മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ 1ാമത്തെ ആയത്ത് ഓതി കൊടുക്കുകയാ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുകൽ അക്റമുല്ലദീ അല്ലമ ബിൽ ഖലം. പരിശുദ്ധമായ ഖുർആനിന്റെ 1ാമത്തെ ആയത്ത് മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് ഓതി കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകനെ പേടിച്ച് വിറച്ചുകൊണ്ട് ഇറങ്ങി ഓടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, അവിടുന്ന് നുബൂവത്ത് കിട്ടിക്കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ മക്കയിലെ ഖുറൈശികളെ വിളിച്ചിട്ടു, അതാ തന്റെ നാട്ടുകാരെ വിളിച്ചിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഏകനായ ഒരു ദൈവമുണ്ട്, ആ പ്രവാദൈവത്തിന്റെ പ്രവാചകനാണ് ഞാനെന്ന് മുത്തുനബി പറയുമ്പോ ഇന്നലെ വരെ അല്ലമീനെന്ന് വിളിച്ച, സത്യസന്ധനെന്ന് വിളിച്ച, എല്ലാവരും ആദരിച്ചിരുന്ന ആ മുത്തുനബി അവര് വിളിച്ചു കള്ളം പറയുകയാ. മുഹമ്മദ് കള്ളനാണ്, മുഹമ്മദിന് പ്രാന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ മുഴുവനും കുടുംബക്കാരെ മുഴുവനും അല്ലാഹുവിന്റെ പ്രവാചകനെ അവിടുന്ന് കളിയാക്കുമ്പോ എന്റെ പ്രിയമുള്ളവരെ, മുത്തുനബി പ്രബോധനവുമായി ഇറങ്ങി ചെല്ലുമ്പോൾ അല്ലാഹുവേ മുത്തുനബിയുടെ ഉപദേശം കേട്ടു. അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് മുസ്ലിമീങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. അല്ലാഹുവിന്റെ ദീനിന്റെ കുടക്കീഴിലേക്ക് മുസ്ലിമീങ്ങൾ അങ്ങോട്ട് കടന്നു വരാൻ തുടങ്ങുമ്പോ എന്റെ പ്രിയമുള്ളവരെ, നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളാ. മുസ്ലിമായതിന്റെ പേരില് നേരിടേണ്ടി വന്നത് വല്ലാത്ത പീഡനങ്ങളാ. അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവുമുണ്ടല്ലോ. ശൈബ് അബീ താലിബ് എന്ന് പറയുന്ന മലകൾക്ക് ചരിവില്, ആ മലഞ്ചരിവിൽ അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ കുടുംബവും പടച്ചവനെ 3 കൊല്ലമാണ് കിടന്നത്. 3 കൊല്ലമാണ് ഇവിടെ കിടന്നത്. കഴിക്കാൻ ഭക്ഷണമില്ലാതെ പച്ചില പറിച്ച് കടിച്ചിട്ട് മൃഗങ്ങളെ കാഷ്ടിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ പ്രവാചകനും അവിടുത്തെ കുടുംബവും പച്ചില പറിച്ച് കടിച്ചിട്ട് അവിടെ കിടന്ന് കാഷ്ടിക്കുകയാ. ആ ചരിവിലൂടെ നടന്നു പോകുമ്പോ അതാ ബിഷപ്പിന്റെ തേങ്ങലുകൾ കേൾക്കാമായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയമുള്ളവരെ, വല്ലാത്ത പീഡനങ്ങളാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ചു ഇസ്ലാമിലേക്ക് കടന്നു വന്നവര് എന്റെ പ്രിയമുള്ളവരെ, മഹാനായ സയ്യിദുനാ ബിലാൽ
ബിലാൽ റളിയല്ലാഹു തആല അൻഹു ആ ബിലാൽ തങ്ങളുടെ കഴുത്തിലേക്ക് കയറിട്ട് മുറുക്കിയിട്ട് അതാ തെരുവിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോവുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ പടുത്ത് കിടക്കുന്ന മലരാരുണ്യത്തിലെ മലർത്തി കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ് കൊണ്ട് തല്ലുകയാ. എന്തിനാ റോഡിലൂടെ വലിച്ചതെന്നറിയുമോ? എന്തിനാണ് കഴുത്തില് കയറിട്ട് വലിച്ചതെന്നറിയുമോ? എന്തിനാണ് ചാട്ടവാറ് കൊണ്ട് തല്ലുന്നതെന്നറിയുമോ? കുടിക്കാൻ വെള്ളം കിട്ടാതെ ദാഹിച്ച് കിടന്ന് വലിയുമ്പോ, തൊണ്ട പൊട്ടികെട്ട് കിടന്ന് വെള്ളത്തിന് വേണ്ടി യാചിക്കുമ്പോ, ഒട്ടകത്തിന്റെ മൂത്രമെടുത്ത് കൊണ്ടുവന്ന് ബിലാൽ തങ്ങളുടെ വായിലൊഴിച്ചു കൊടുക്കുകയാ. കൊല ചെയ്തതിന്റെ പേരിലല്ല, മോഷണം നടത്തിയതിന്റെ പേരിലല്ല, വ്യഭിചരിച്ചതിന്റെ പേരിലല്ല, ഏതെങ്കിലും പാപങ്ങൾ ചെയ്തതിന്റെ പേരിലല്ല, രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിലല്ല. പിന്നെ എന്തിനെന്നറിയുവോ? മുസ്ലിമായതിന്റെ പേരിലാ. അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരില് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ മലരാരുണ്യത്തിലിട്ട് തന്റെ നേതാക്കന്മാർ തന്റെ യജമാനനെ വിടന്ന് തല്ലിച്ചതക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, മുസ്ലിമായി പോയതിന്റെ പേരില് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു രണ്ടുപേരും ഇങ്ങനെ മരുഭൂമിയിൽ നടന്നു പോകുമ്പോ, അല്ലാഹുവേ, ഖുറൈശികൾ ഒരു ആണിനെയും പെണ്ണിനെയും ഇട്ട് തല്ലിച്ചതക്കുകയാ. തന്റെ പൊന്നാര മകന്റെ മുന്നിലിട്ട് വാപ്പാനെയും ഉമ്മാനെയും ഇങ്ങനെ തല്ലിച്ചതക്കുകയാണ്. പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുകയാണ്. എന്തേ ചെയ്ത തെറ്റെന്നറിയുവോ? അല്ലാഹുവിന്റെ ദീനിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിലാ. എന്റെ പ്രിയമുള്ളവരെ, എന്ത് ചെയ്തിട്ടും അവര് പദത്തിൽ നിന്ന് തിരിച്ചു വരാതിരിക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയുവോ? ആരെയാണ് തല്ലിച്ചതയ്ക്കുന്നതെന്നറിയോ? മഹ്ദി സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹാ, അമ്മാർ റളിയല്ലാഹു തആല അൻഹു, യാസിർ റളിയല്ലാഹു തആല അൻഹു ഒരു ഭാര്യയെയും ഭർത്താവിനെയും മകനെയും ഇട്ട് തല്ലിച്ചതയ്ക്കുകയാ. എന്ത് ചെയ്തിട്ടും ദീനിൽ നിന്ന് തിരിച്ചു വരാതിരിക്കുമ്പോ എന്തേ ചെയ്തതെന്നറിയുമോ? അതാ തീ കത്തിക്കുകയാണ്. അതാ തീ കത്തിക്കുകയാണ്. ആ കത്തിക്കൊണ്ടിരിക്കുന്ന തീക്കകത്തേക്ക് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവിന് കൈകാലുകൾ കെട്ടികെട്ട് കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് തല താഴ്ത്തുകയാണ്. തലകീഴായി കെട്ടി നിർത്തുകയാണ്. അവിടുന്ന് തീ ഇങ്ങനെ പടർന്നു പിടിക്കുകയാണ്. തന്റെ പച്ചയിറച്ചി തീ കാരണം ഇങ്ങനെ കത്തുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തീക്കകത്ത് കിടന്ന് നിലവിളിക്കുന്നത് കണ്ടപ്പോ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടി വന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തീയിൽ നിന്ന് വെളിയിലേക്ക് തള്ളിയിടുകയാ. അതാ ശരീരം മുഴുവനും തീ ഇങ്ങനെ പടരുകയാണ്. അവസാനം മണലിന്റെ മുകളിൽ കിടന്ന് ഉരുളുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ശരീരത്തിലെ തീയങ്ങണഞ്ഞു. അതാ പച്ചയിറച്ചി കരിഞ്ഞിരിക്കുകയാണ്. വേദന സഹിക്കാതെ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതാ വരുന്നു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. മുത്തുനബി കാഴ്ച ഇങ്ങനെ കാണുകയാണ്. അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അവസാനം വരെ ഈ പീഡനങ്ങളാണോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് വിളിച്ചു, സുമയ്യ, നീയും നിന്റെ കുടുംബവും സ്വർഗത്തിലാണ്. സുമയ്യ, നീയും നിന്റെ കുടുംബത്തിലും സ്വർഗത്തിലാ. പറയുന്നത് അല്ലാഹുവിന്റെ പ്രവാചകരാ. ആ സമയത്ത് ഭാര്യ ഭർത്താവിനോട് പറഞ്ഞു കൊടുത്തത് എന്തെന്നറിയുമോ? ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞിട്ട് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് വിളിച്ചു പറഞ്ഞത് എന്തിനെന്നറിയുമോ? ഇവര് നമ്മളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിച്ചാൽ, ഇവരെന്തൊക്കെ ദ്രോഹങ്ങൾ നമ്മളോട് ചെയ്താൽ, നമ്മളെ ഇവന്മാര് കൊന്നുകളഞ്ഞാൽ അല്ലാഹുവിന്റെ ദീൻ വലിച്ചെറിയല്ലേ?
ഇവന്മാരുടെ മുന്നിൽ തോറ്റുകൊടുക്കല്ലോ. ഉറക്കെ പറ അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. പ്രിയപ്പെട്ട ഭർത്താവിന് ഭാര്യ ഇങ്ങനെ ധൈര്യം കൊടുക്കുന്നത് കണ്ടപ്പോ അബൂജഹലിന് സഹിക്കാൻ കഴിഞ്ഞില്ല. അബൂജഹലിനെ സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു കുന്തമെടുത്തിട്ട് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ പുറകിലൂടെ കുത്തിയിറക്കുകയാ. അതാ തന്റെ വയറ് തുളച്ചിട്ട് വെളിയിലേക്ക് കമ്പി വന്നു. സുമയ്യ ബീബിയെ ചവിട്ടി തറയിലിട്ടു. ആ മരണത്തോട് മല്ലടിക്കുമ്പോഴും ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, തോറ്റുകൊടുക്കല്ലോ, അല്ലാഹു വഹദ്. അതാ കാലെടുത്തിട്ട് മുഖത്ത് ചവിട്ടിയിട്ട് മണ്ണിലേക്ക് താഴ്ത്തുകയാ. ആ മണ്ണിൽ കിടന്നുകൊണ്ട് പറഞ്ഞു അല്ലാഹു വഹദ്. ഭർത്താവിന് ധൈര്യം കൊടുക്കുകയാണ്. ആ സമയത്തുണ്ടല്ലോ സുമയ്യ ബീവിയെ പിടിച്ചു മലർത്തി കിടത്തിയിട്ട് ആ പഴിപ്പിച്ച കുന്തമങ്ങ് വലിച്ചൂരിയിട്ട് സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ഗുഹ്യഭാഗത്തേക്ക് ആ കുന്തമങ്ങ് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞത് അല്ലാഹു വഹദ്, അല്ലാഹു വഹദ്. എന്റെ പ്രിയമുള്ളവരെ, ത്യാഗം സഹിക്കാൻ തയ്യാറാകണേ. നമുക്കൊന്നാമതായിട്ട് വേണ്ടത് ത്യാഗമാണ് സഹോദരാ. എത്ര വലിയ പീഡനവും നേരിടാറുള്ള ഒരു മനസ്സാ. എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് ഹിജ്റ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികള് നമുക്ക് പഠിപ്പിച്ചു തരുന്നതെന്നാണ്. ഏത് ത്യാഗത്തിനും ഞാനും നിങ്ങളും തയ്യാറാകണം. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് അതാ അബ്ദുല്ലാഹ് ഇബ്നു അറത്ത് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, കണ്ടോ നബിയേ, എന്റെ പച്ച ഇറച്ചി കുത്തിയെടുത്തിട്ടുണ്ട് നബിയേ. അതാ കമ്പി പഠിപ്പിച്ചിട്ട് ശരീരത്ത് കുത്തിയതാ പച്ച മാംസം എടുത്തിരിക്കുകയാ. വേദന സഹിക്കാൻ കഴിയാതെ മുത്തുനബിയുടെ ചാരത്ത് വന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയോ? നിന്റെ മുൻഗാമികളുടെ അവസ്ഥ എന്തെന്നറിയുമോ? മുസ്ലിമായവരെ ഒരു കുഴിക്കകത്തിറക്കി നിർത്തുകയാണ്. മുസ്ലിമായവരെ ഒരു കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് ഈർച്ചവാളെടുത്ത് തലയുടെ മധ്യഭാഗത്ത് വെക്കുകയാ. എന്നിട്ട് ചോദിക്കും, ഇസ്ലാമിൽ നിന്ന് മടങ്ങി വരുവോ? ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടായിട്ട് മുറിച്ച് കളയും സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇവിടെന്ന് പറയുമ്പോ മുസ്ലിമാണെന്ന് പറഞ്ഞാ പോരാ, മുസ്ലിമാണെന്ന് പറഞ്ഞാ പോരാ മോനെ. ഒരുപാട് ത്യാഗം സഹിച്ചാലേ നിനക്കല്ല സ്വർഗം തരൂ. ഒരുപാട് ത്യാഗം സഹിച്ചാൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇതൊന്നുമല്ല സഹോദര, ഇതൊന്നുമല്ല സഹോദര, ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് യാതൊരു പേടിയുമില്ല, മുസ്ലിമിന് യാതൊരു പേടിയുമില്ല. അല്ലാഹുവേ, അതുകൊണ്ടാണല്ലോ ഒരു ചെറുപ്പക്കാരനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു അവനോട് വിളിക്കാൻ, ജയ് ശ്രീരാമെന്ന് വിളിക്കട. ഒരു മതത്തിന്റെ ഭ്രാന്തന്മാര് പടച്ചവനെ എല്ലാവരെയും ഞാൻ കുറ്റപ്പെടുന്നില്ല. ചില മതഭ്രാന്തന്മാരുണ്ട്. അതാ പടച്ചവനെ നാൽക്കാലികളെക്കാളും മതപ്പതിച്ചു പോയൊരു വിഭാഗമുണ്ട്. സ്വന്തം അച്ഛന്റെ മുന്നിൽ വെച്ചു പൊന്നുമോനെ പിടിച്ചു നിർത്തിയിട്ട് തല്ലുകയാണ്, തല്ലിച്ചതയ്ക്കുകയാണ്. വിളിക്കടാ പേര്, ദൈവത്തിന്റെ പേര് വിളിക്കടാ, വിളിച്ചില്ലെങ്കിൽ കൊല്ലുമടാ. അവസാനം തന്റെ തലയിലേക്ക് പെട്രോൾ എടുത്തൊടിച്ചിട്ട് എടാ വിളിച്ചില്ലെങ്കിൽ കത്തിക്കുമടാ എന്ന് പറയുമ്പോ ജന്മം കൊടുത്ത വാപ്പ പോലും പറഞ്ഞു വിളിക്കുമോനെ. സ്വന്തം വാപ്പ പോലും പറഞ്ഞു വിളിക്കടാ മോനെ. ശരീരത്ത് പെട്രോൾ ഒടിച്ചിട്ട് വിളിക്കാൻ പറയുമ്പോ ഇല്ലെങ്കിൽ നിന്നെ കത്തിക്കുമടാ എന്ന് പറഞ്ഞപ്പോ വാപ്പ പോലും പറഞ്ഞു അത്രേ, മോനെ വിളിച്ചേക്കടാ. ഇല്ല വാപ്പാ, കൊന്നാലും ഞാൻ വിളിക്കില്ല വാപ്പാ. അല്ലാഹുവേ, ആ പൊന്നുമോന് നീ ഷഹീദിന്റെ കൂലി കൊടുക്കണേ അല്ലാ. സഹോദരാ, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈമാൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. നീ ആരെന്നറിയുമോ? നീ ആരെന്നറിയുമോ? ലോകത്ത് മുസ്ലിമീങ്ങൾ
മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. നമുക്ക് മരണത്തിന് പേടിയില്ല, നമുക്ക് മരിക്കാൻ പേടിയില്ല. ലോകത്ത് നമ്മൾ മാത്രമേ ദുആ ചെയ്യാറുള്ളൂ. അല്ലാഹുവേ, ഈമാനോടുകൂടിയുള്ള ഒരു നല്ല മരണം തരണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലെ മരണം തരണേ അല്ലാ. മരിച്ചു കിടക്കുമ്പോ മുഖത്ത് നീ പുഞ്ചിരി തരണേ അല്ലാ. മരിക്കാൻ നമുക്ക് പേടിയില്ല. നമുക്കൊരു ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. ഒരു യഥാർത്ഥ വിശ്വാസിക്ക് ഒരേ ഒരാഗ്രഹമേ ഉള്ളൂ. അവൻ അധികാരം കിട്ടണമെന്നോ, അവന് പണം കിട്ടണമെന്നോ, അവന് രാജ്യം മുഴുവനും ഭരിക്കണമെന്നോ ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അഭിലാഷം അതല്ല. അവൻ ഒരേ ഒരു അഭിലാഷമേ ഉള്ളൂ. ഏതാണ് അവന്റെ അഭിലാഷമെന്നറിയുമോ? മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം റൂഹ് പിടിച്ച് തൊണ്ടക്കൊടിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുമ്പോ ആ സമയത്ത് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് ഒരു യഥാർത്ഥ വിശ്വാസിയുടെ അഭിലാഷം. അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം ഇതാണ്. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ അഭിലാഷവും അത് തന്നെയാ. നമ്മുടെ അഭിലാഷവും അത് തന്നെയാ. എവിടെ കിടന്ന് മരിച്ചാൽ, നടറോഡിൽ കിടന്ന് വെട്ടുകൊണ്ട് മരിച്ചാൽ, ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു മരിക്കാനാ ആഗ്രഹിക്കേണ്ടത്. അതിനു വേണ്ടിയാ പരിശ്രമിക്കേണ്ടത്. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒരു വിശ്വാസിക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ത്യാഗങ്ങൾ സഹിക്കാൻ മുസ്ലിമാണെങ്കിൽ നിന്റെ മുൻഗാമികളെ പിടിച്ചു നിർത്തിയിട്ട് തല്ലിച്ചതയ്ക്കുമായിരുന്നു, ജീവനോടെ കത്തിക്കും. ശരീരത്തിൽ നിന്നും മാംസങ്ങൾ ഇങ്ങനെ വെട്ടി വെട്ടി മുറിച്ചെടുക്കുമായിരുന്നു. എന്നിട്ടും അവർ രക്ഷപ്പെട്ടു. അവർ ഈമാനിൽ ഉറച്ചു നിന്നു. അതുപോലുള്ള ഒരു ഈമാൻ നമുക്കുണ്ടെങ്കിലേ നമുക്കും രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചെറുപ്പക്കാരനെ, എവിടെയാണ് നമ്മുടെ രാജ്യത്ത് എവിടെയോ ഒരു ചെറുപ്പക്കാരന്റെ ശരീരത്തിലേക്ക് പെട്രോൾ ഒഴിച്ചിട്ട് കത്തിക്കുമ്പോഴും വാപ്പ പോലും പറഞ്ഞു അത്രേ, മോനെ വിളിച്ചേക്കടാന്ന്, ജീവൻ കിട്ടുമെന്ന്. ഇല്ല വാപ്പ, ഞാൻ വിളിക്കൂല. നമ്മളെ എങ്ങാനും പിടിച്ചു നിർത്തിയുള്ള അവസ്ഥ ആലോചിക്ക്. നമ്മളെ എങ്ങാണം തീയൊന്നും എടുക്കണ്ട, 4 പേര് വളഞ്ഞിട്ട് 4 തല്ല് തല്ലിയാ നമ്മൾ പറയും വേണമെങ്കിൽ അള്ള നീയാതെ വരെ പറഞ്ഞേക്കും. അതാ നമ്മുടെ അവസ്ഥ. നമ്മുടെ ഈമാൻ അതാ. എവിടെയെങ്കിലും പിടിച്ചു നിർത്തിയിട്ട് 4 തല്ല് അപ്പൊ പറ നീ തന്നെയാണ് അള്ളാന്ന് വരെ പറയാ നമ്മൾ തയ്യാറാ. കാരണം നമുക്ക് ജീവൻ വേണം. സഹോദര, ത്യാഗം സഹിച്ചാലേ നിനക്ക് സ്വർഗം കിട്ടൂ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഞാനിത് പറഞ്ഞത് മാനസികമായിട്ട് തയ്യാറെടുക്കാൻ വേണ്ടിയാ. തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതൊന്നും ഒരു തുടക്കല്ല. ഇതൊന്നും തുടക്കമല്ല. ഇനി വെടിക്കെട്ട് വരാൻ പോവാ. 4 ഭാഗത്ത് നിന്നും തല്ലാൻ പോവാ. റെഡിയായിക്കോ കൊള്ളാൻ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. വെറുതെ കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ടും ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇനി റബ്ബിന്റെ സഹായം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും നോക്കണ്ട. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നുണ്ട്. എന്റെ പ്രിയമുള്ള വയത് ലൈവായത് കൊണ്ട് ഇത്തിരി പരിധികൾ ഇട്ടല്ലേ പറയാൻ പറ്റൂ. ഉള്ള കാര്യം ഞാൻ പറയാ. നമുക്കിനി രക്ഷപ്പെടാൻ ഒറ്റ വഴിയേ ഉള്ളൂ, മുകളിലിരിക്കുന്നവന്റെ സഹായം. അതുകൊണ്ട് ഈമാൻ ഉറപ്പിക്ക്. അതല്ലാതെ വേറെ ഒരു വഴിയുമില്ല. അള്ളാഹു ഈമാൻ നമുക്ക് നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ കാര്യം ത്യാഗം സഹിക്കാൻ തയ്യാറാകണം. 2 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകനെ പെട്ടെന്ന് പറയുകയാണ്. മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് സ്വഹാബികൾ മുഴുവനും പരാതിയാണ്. സഹിക്കാൻ പറ്റുന്നില്ല നബിയേ, ത്യാഗമാണ് നബിയേ, എവിടെ നോക്കിയാലും പീഡനമാണ് നബിയേ, സഹികെട്ട് നബിയേ, വർഷങ്ങളോളം അല്ലാഹുവേ വല്ലാത്ത പീഡനങ്ങളാ.
13 കൊല്ലമല്ലേ മുത്തുനബി സഹിച്ചത്. 1-2 വർഷമല്ല, 23 കൊല്ലം നുബൂവത്ത് കിട്ടിയതിനു ശേഷം 23 കൊല്ലം. ആ 23 കൊല്ലത്തിൽ 13 കൊല്ലം അല്ലാഹുവിന്റെ റസൂലിന് സമാധാനമില്ല. പീഡനങ്ങളുടെ കാലമായിരുന്നു. പട്ടിണി കിടക്കേണ്ടി വന്നു, ഇല പറിച്ച് തിന്നേണ്ടി വന്നു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പല്ല് താഴെ വീണുപോയി. പടച്ചവരെ, ഒരുപാട് പീഡനങ്ങൾ. തലയുടെ മുകളിലേക്ക് കൊടലി കൊണ്ടതാ കുടൽമാല കൊണ്ടുവന്നിട്ടു. കള്ളരെന്ന് പേര് കേൾക്കേണ്ടി വന്നു. ഒരുപാട് അപവാദങ്ങൾ കേൾക്കേണ്ടി വന്നു. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് സ്വഹാബികൾ വന്നിട്ട് പരാതി പറയുമ്പോ മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, എങ്കിൽ നാട് മാറിക്കോ സഹാബാ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പൊക്കോ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ മുത്തുനബി അവിടെ നിന്ന് ഹിജ്റ ചെയ്യാൻ അനുവാദം കൊടുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, സ്വഹാബികളെ ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാ. അതാ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പടച്ചവനെ സമാധാനത്തോടു കൂടിയുള്ള ഒരു ജീവിതം പ്രതീക്ഷിച്ചുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകാൻ തയ്യാറെടുക്കുമ്പോ മക്കക്കാര് പറഞ്ഞതെന്തെന്നറിയോ? പോകണമെങ്കിൽ പൊക്കോ, നീ മദീനയിലേക്ക് പോകണമെങ്കിൽ പൊക്കോ. നീ സമ്പാദിച്ചത് മുഴുവനും ഇവിടെ ഇട്ടിട്ട് പോകണം, ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. നിന്റെ വസ്ത്രത്തോട്, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടെ പോകടാ, നാട് വിട്ടുപെടുന്ന് പോകടാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബികളോട് പറയുമ്പോ അവരാരും കരഞ്ഞില്ല, അവരാരും നിലവിളിച്ചില്ല, അവരാരും പ്രയാസപ്പെട്ടില്ല. കാരണം എന്തെന്നറിയുമോ? അവർക്കൊരു വിശ്വാസമുണ്ടായിരുന്നു. അവര് പറഞ്ഞിരുന്നത്, പടച്ചവനെ, ലോകത്ത് ഏറ്റവും വലിയവൻ നീയാണല്ലോ, എന്റെ സർവ്വതിനെക്കാളും എനിക്ക് വലുത് നീയാണല്ലോ. അവരുടെ മുന്നിൽ പണത്തിന് വിലയില്ല, അവരുടെ മുന്നില് അവരുടെ സമ്പാദ്യത്തിന് വിലയില്ലായിരുന്നു. അവര് പറഞ്ഞു, പടച്ചവനെ, നീയാണ് സർവ്വതിനെക്കാളും വലിയവൻ, എനിക്ക് ഈ ദുനിയാവ് വേണ്ട തമ്പുരാന്. വീട് കളഞ്ഞു, തോട്ടങ്ങൾ കളഞ്ഞു, സമ്പാദ്യം കളഞ്ഞു, കുടുംബം കളഞ്ഞു, എല്ലാം കളഞ്ഞിട്ട് അവരെല്ലാവരും മക്കയിലേക്ക് പോകാൻ തയ്യാറായി. വെറുതെ പറഞ്ഞാ പോരാ, അല്ലാഹുവാണ് വലിയവൻ, എനിക്ക് സർവ്വതിനെക്കാളും വലുത് അല്ലാഹുവാണെന്ന് പറഞ്ഞാ പോരാ. അത് ജീവിതത്തിൽ കാണിക്കണം ചെറുപ്പക്കാരാ, അത് ജീവിതത്തിൽ കാണിക്കണം. ഇട്ടിരുന്ന വസ്ത്രത്തോടെ നടന്നു പോവുകയാണ് സ്വഹാബത്ത്. എത്ര വലിയ പണക്കാരാ പോയതെന്നറിയോ? എത്ര വലിയ സമ്പന്നന്മാരാ പോയതെന്നറിയുമോ? അല്ലാഹുവേ, മഹാനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. ആരാണ് മിസ്അബ് എന്നറിയുമോ? മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനാണ് മിസ്അബ്. അല്ലാഹുവേ, ലോകതാ മക്കയിലെ ഏറ്റവും വലിയ സമ്പന്നന്റെ മകനായ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു. മക്കയിലെ ഈന്തപ്പന തോട്ടങ്ങളിൽ പകുതിയും മിസ്അബിന്റെ ഉമ്മയുടേതാ. അത്രയും വലിയ സമ്പന്നയാണ്. പടച്ചവനെ, ആ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു സ്വർണത്തിന്റെ നൂലുകൊണ്ട് നെയ്ത വസ്ത്രമേ ധരിക്കാറുള്ളൂ. സാക്ഷാൽ അംബാനി പോലും ഇന്നത് ധരിക്കൂല. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു കുതിരയുടെ മുകളിൽ ഇരുന്ന് പോകുന്നത് കാണാൻ മക്കയിലെ പെണ്ണുങ്ങൾ വന്ന് കാത്തു നിൽക്കുമായിരുന്നു. ആ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂലിന്റെ വീടിന്റെ അകത്തേക്ക് കടന്നു ചെന്നു. മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചു, ഇസ്ലാമിലേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞ്, ആരോടും പറയല്ലേ നബിയേ, കാരണം മിസ്അബ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭയന്നത് ഉമ്മാനെയാ. ഉമ്മാനെ വല്ലാത്ത പേടിയായിരുന്നു, ഉമ്മാനെ വല്ലാത്ത പേടിയായിരുന്നു. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകുന്നത് തന്റെ വീട്ടിലെ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ കാണുകയാണ്. ഉമ്മയുടെ ചെവിയിലെത്തി. മിസ്അബ് തങ്ങളെ വീടിന്റെ അകത്ത് കെട്ടിയിരിക്കുകയാണ്. അതിനകത്തിട്ട് തല്ലിച്ചതയ്ക്കുകയാണ്. ഉമ്മയാണ് നേതൃത്വം കൊടുക്കുന്നത്. പുതിയ മതം കളഞ്ഞിട്ട് വരാൻ എന്ത് ചെയ്തിട്ടും മിസ്അബ് തിരിച്ചു വരുന്നില്ല. മിസ്അബ് വീടിന്റെ അകത്ത് കിടന്ന് കരയുകയാ, എനിക്ക് മുത്തുനബിയെ കാണണം, എനിക്ക് അല്ലാഹുവിന്റെ പ്രവാചകനെ കാണണം. അവസാനം വീടിന്റെ അകത്തിട്ട് തല്ലിച്ചതച്ചിട്ടു. ഉമ്മ പറഞ്ഞ്, ഇവനെ കൊണ്ട് വലിച്ചെറിയാറ് വീടിന്റെ
വെളിയിലേക്ക് തല്ലിച്ചതച്ചിട്ട് മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്ന് വലിച്ചെറിയുകയാ. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അതാ തന്റെ കൊട്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് നടക്കുമ്പോ സമ്പന്നയായ ഉമ്മ വിളിക്കുന്നു, മിസ്അബ് പോകല്ലേടാ മിസ്അബ്, ഇവിടെ നിന്നിറങ്ങിപ്പോയാൽ മുഹമ്മദിന്റെ കൂടെ പോയാൽ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് 1 രൂപ പോലും നിനക്ക് ഞാൻ തരില്ല മിസ്അബ്. മിസ്അബിന്റെ ഉമ്മയങ്ങ് വിളിച്ച് പറയുമ്പോ മിസ്അബ് റളിയല്ലാഹു തആല അൻഹു അവിടെ ഇട്ടിരുന്ന കമീസങ്ങടിക്കുകയാണ്, ധരിച്ചിരുന്ന കമീസങ്ങടിക്കുകയാണ്. ആ കമീസ് അടിച്ചെടുത്തിട്ട് തന്റെ ഉമ്മാടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പറയുന്ന, ഉമ്മ ഇത് നിങ്ങളുടെ പൈസ കൊടുത്ത് വാങ്ങിയതാ, എനിക്കൊന്നും വേണ്ട, എനിക്ക് അല്ലാഹുവിന്റെ റസൂലിനെയാണ് വേണ്ടത്, എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വേണ്ടത്. വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോ മിസ്അബിനെ വിളിക്കുന്നു, എടാ മിസ്അബ്, ഇനി ഒരിക്കലും നീ എന്നെ ഉമ്മ എന്ന് വിളിക്കരുത്, നിന്റെ നാവ് കൊണ്ട് എന്നെ ഉമ്മ എന്ന് വിളിക്കുന്നു, ഞാൻ മരിച്ചാൽ പോലും എന്നെ കാണാൻ വരല്ലോ. മിസ്അബിനെ ഉമ്മ ശപിക്കുകയാ. മിസ്അബ് റളിയല്ലാഹു തആല അൻഹു നിറകണ്ണുകളോടെ മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു മോനെ, സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത വസ്ത്രം ധരിച്ച മിസ്അബ് ഉണ്ടല്ലോ. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് നോക്കുമ്പോ മിസ്അബ് ഇങ്ങനെ നടന്നു വരികയാണ്. റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് നടന്നു വരുമ്പോ പ്രവാചകന് കരയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് കരയുകയാണ്. മിസ്അബ് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്തിനാ നബിയെ കരയുന്നത്, എന്തിനാ നബിയെ കരയുന്നത്? മിസ്അബേ, ഇതെന്ത് കോലമാണ് മിസ്അബേ, 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചുവെച്ച ഒരേ ഒരു പുതപ്പ്, 72 സ്ഥലങ്ങൾ കീറിയിട്ട് തച്ചു വച്ചിരിക്കുന്ന ഒരു പുതപ്പിങ്ങനെ പുതച്ചിരിക്കുകയാ, അതല്ലാതെ ഒന്നുമില്ല. മുത്തുനബി ജദാ കണ്ടട്ടാ കരയുന്നത്. എന്റെ ചെറുപ്പക്കാരാ, ഈ മിസ്അബിനെ നീ പഠിക്കണമടാ പൊന്നുമോനെ. ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ജനാസ എടുത്തുകൊണ്ട് സഹാബികൾ കരഞ്ഞുകൊണ്ട് മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. സഹാബികൾ കരയുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആരുടെ ജനാസയാ? മിസ്അബിന്റെ ജനാസയാണ് നബിയേ. എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തേ നിങ്ങൾ മയ്യത്ത് പൊതിയാത്തത്? യാ റസൂലല്ലാഹ്, കഫൻ തുണി തികയുന്നില്ല നബിയേ. തലമറയ്ക്കുമ്പോൾ കാല് വെളിയിലാണ്, കാല് മറയ്ക്കുമ്പോൾ തല വെളിയിലാണ്. എന്റെ പ്രിയമുള്ളവരെ, മയ്യത്ത് പൊതിയാ പോലെ തുണിയില്ല. അവസാന തലമറച്ചിട്ട് കഫൻ പൊതിഞ്ഞു, 2 കാലും വെളിയിലാണ്, പൊതിയാ തുണിയില്ലാതെ പുല്ല് പറിച്ച് കെട്ടിവെച്ചിട്ടാണ് കബറടക്കിയതെന്ന് ചരിത്രം പറയുമ്പോ വെറുതെ മുസ്ലിം എന്ന് പറഞ്ഞാ പോരാ. പണത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ദീനിനെ വിൽക്കുന്നവരുണ്ടോ? അധികാരത്തിന് വേണ്ടി പടച്ചറബിന്റെ ദീനിനെ വിൽക്കുന്നവരുണ്ടോ? ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളോ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി വളച്ചൊടിക്കുന്നവരുണ്ടോ? എന്റെ പ്രിയമുള്ള സഹോദരാ, എങ്കിൽ ഹിജറ പറഞ്ഞു തരുന്ന രണ്ടാമത്തെ കാര്യം, സർവ്വതിനേക്കാളും വലുത് അള്ളയാണെന്ന് പറഞ്ഞാ പോരാ, അത് ജീവിതത്തിൽ കാണിച്ചു കൊടുക്കണേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് സഹാബത്ത് പോകാൻ നേരത്ത് പറഞ്ഞു, പോകണമെങ്കിൽ പൊക്കോ, ഈ നാട്ടി ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ വെച്ചിട്ട് പോണം. ഇപ്പൊ അത് തന്നെയാ പറയുന്നത്, ഇത് നിന്റെ നാടല്ല, വേറെ എങ്ങോട്ട് പൊക്കോളാൻ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.